കേരളത്തിൽ വലിയ സ്വപ്നങ്ങളുള്ള ഒരു പാർട്ടിയാണ് BJP. അവർ വലിയ പ്രതീക്ഷയോടെയാണ് കേരളത്തിലേക്ക് കടന്നു വന്നത്. പല തെരഞ്ഞെടുപ്പുകളിലും മികച്ച വിജയങ്ങളിലേക്ക് തൊട്ടടുത്ത് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ വലിയ വിജയത്തിലേക്ക് പാർട്ടിയെ എത്തിക്കുവാൻ എന്തായാലും ഈ നേതൃത്വ നിരക്ക് കഴിഞ്ഞിട്ടില്ല. ആ തർക്കമുണ്ടല്ലോ, ഈ നേതാക്കൾ തമ്മിലുള്ള തർക്കമാണോ ഈ പാർട്ടിയെ ഇത്തരത്തിൽ പിന്നോട്ടടിക്കുന്നത്? ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ നാം കാണുന്നതാണ് വലിയ പ്രശ്നം. കാരണം നേതാക്കൾ തന്നെ പരസ്പരം രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. സുരേന്ദ്രൻ്റെ രാജി ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും അവർക്ക് ഇവിടെ ഒരു മികച്ച വിജയം നേടാൻ കഴിയുമോ? കാരണം നാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ 11ലധികം സീറ്റുകളിൽ BJP ഒന്നാം സ്ഥാനമുണ്ടല്ലോ. അതോടൊപ്പം തന്നെ 8ലധികം സീറ്റുകൾ രണ്ടാം സ്ഥാനത്തും അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ വലിയ മിന്നുന്ന പ്രകടനമായിരുന്നു ലോക്സഭയിൽ ഉണ്ടായത്. പക്ഷേ പിന്നീടുണ്ടായ സംഭവങ്ങൾ പാർട്ടിയെ ഇപ്പോൾ തളർത്തിയിരിക്കുകയാണല്ലോ. ഇനി അവർ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാൻ കഴിയുക? തീർച്ചയായും BJP ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ കേരളത്തിൽ അതിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. BJP വളരെ ഗൗരവതരമായി കേരള രാഷ്ട്രീയത്തിൽ ഇടപെട്ട് തുടങ്ങി എന്നതിൻ്റെ ഒരു കൃത്യമായ ഫലസൂചനയാണ് തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത്. എന്നാൽ എല്ലാ തവണയും ഉള്ളതുപോലെ തന്നെ നേതൃതർക്കങ്ങൾ BJPയെ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് എല്ലാ തവണയും തള്ളിവിടുന്നത്. നേതൃത്വത്തിൽ ആര് വരണം, അദ്ദേഹം പാർട്ടിയെ എങ്ങനെ നയിക്കണം, RSSുമായുള്ള ഏകോപനം ഏത് തരത്തിലാവണം എന്നൊക്കെയുള്ള വിഷയങ്ങൾ എപ്പോഴും BJP രാഷ്ട്രീയത്തെ ചൂഴ്ന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് BJP ദേശീയ തലത്തിൽ ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സ് പറഞ്ഞു നിൽക്കുന്ന ഒരു കക്ഷിയാണ്. നിലവിൽ അത് കേരളത്തിലേക്ക് വരുമ്പോൾ അത് എല്ലാവർക്കും ദഹിക്കുന്ന ഒരു പൊളിറ്റിക്സായി മാറുന്നില്ല. കേരളത്തിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലേക്ക് BJPക്ക് കടന്നു കയറാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന വലിയൊരു നറേറ്റീവ് ഇവിടെ നിലനിൽക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ. BJP എത്ര ശ്രമിച്ചിട്ടും മുസ്ലിം വിഭാഗത്തിലേക്കും ക്രിസ്ത്യൻ വിഭാഗത്തിലേക്കും അവരാഗ്രഹിച്ചതുപോലെ അവർക്ക് അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുമ്പോഴാണ് ഇവിടെ നേതൃത്വത്തിൽ സമുന്നതരായ നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കം രൂക്ഷമാകുന്നത്. മുമ്പ് ശ്രീധരൻപിള്ള സംസ്ഥാന പ്രസിഡൻ്റായിട്ടിരിക്കുന്ന കാലയളവിൽ യുവമോർച്ചയുടെ ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം പ്രസംഗിച്ച ഒരു വീഡിയോ, അതായത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രസംഗിച്ച ഒരു വീഡിയോ പുറത്തേക്ക് വരികയും കേരളത്തിൽ ഈ വിഷയം സുവർണാവസരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന തരത്തിലുള്ള ഒരു ആരോപണം വരികയും അത് വലിയ തോതിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഉപയോഗിക്കുകയും ചെയ്തു. ഈ വീഡിയോ പുറത്തേക്ക് വന്നത് തന്നെ അവിടെ ഉണ്ടായിരുന്ന യുവമോർച്ച സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ശ്രീധരൻപിള്ള വിരുദ്ധ വിഭാഗം ഈ വീഡിയോ പുറത്തേക്ക് നൽകി. അത് BJPയെ രാഷ്ട്രീയമായി പിന്നോട്ടടിക്കുന്ന രീതിയിലേക്ക് ആ വീഡിയോ പ്രചരിക്കുകയും ചെയ്തു. അപ്പോൾ സംഘടനയ്ക്കുള്ളിൽ എല്ലാ കാലത്തും പടലപ്പിണക്കങ്ങൾ സർവ്വസാധാരണമായി നിലനിൽക്കുകയാണ്. അതിനെ മറികടക്കാനോ സംഘടനാ തലത്തിലൊരു ഏകോപനം നടത്താനോ അതുവഴി BJP ഒരു രാഷ്ട്രീയമായി വിജയിക്കുന്ന കക്ഷിയായി BJPയെ മാറ്റാനോ ഇതുവരെ BJP ദേശീയ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. പകരം അവർ മറ്റ് പാർട്ടികളിൽ നിന്ന്, അതായത് കേരളത്തിൽ താരതമ്യേന 2 മുന്നണികളാണ് ശക്തമായിട്ടുള്ളത്. ഒന്ന് CPM നേതൃത്വം നൽകുന്ന LDFും, 2 കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFും. അപ്പോൾ ഈ പാർട്ടികളിൽ നിന്ന് അസംതൃപ്തരായ നേതാക്കളെ അടർത്തിയെടുക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നിലവിൽ BJP ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അവരെ താഴെ തട്ടുവരെ അവരുടെ സംഘടനയെ കൃത്യമായി ചലിപ്പിച്ച് കൊണ്ടുപോകാനുള്ള മുകളിലെ നേതൃത്വത്തിൻ്റെ ഒരു ഭിന്നത താഴേക്ക് പടരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഇനിയും സംശയമുണ്ട്. കാരണം പല തെരഞ്ഞെടുപ്പിലും അവർ ഈ പറഞ്ഞതുപോലെ, താങ്കൾ പറഞ്ഞതുപോലെ ഏതാണ്ട് 20ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒരു നിർണായക ശക്തിയായി മാറിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് ജയിക്കാനാവുന്നില്ല എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അതിന് മറ്റു പല കാരണങ്ങളുമുണ്ട്. അതായത് BJP നിലവിൽ മറ്റിടങ്ങളിൽ ഹിന്ദുത്വ പൊളിറ്റിക്സാണ് പറയുന്നതെങ്കിൽ കേരളത്തിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരെ സമരരംഗത്തേക്ക് കൊണ്ടുപോകുന്ന, അവരുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് സമരരംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു രീതിയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അനുവർത്തിക്കുന്നത്. അതായത് നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ്, അതായത് വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയം കേരളത്തിലേക്ക് വരുമ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയ പ്രയോഗം കൊണ്ട് BJPക്ക് ഇവിടെ ഒരു മേൽക്കൈ നേടാനാവുന്ന സ്ഥിതിയല്ല നിലവിൽ കേരളത്തിലുള്ളത്. കാരണം കേരളത്തിൽ എല്ലാവരും തന്നെ വിദ്യാഭ്യാസമുള്ളവരും അല്ലെങ്കിൽ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കുന്നവരും അതിനോട് പ്രതികരിക്കുന്നവരുമൊക്കെ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP കൃത്യമായി ജനപക്ഷത്ത് നിന്നുള്ള ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നില്ല.
പകരം അവർ മറ്റു പാർട്ടികളിൽ നിന്ന് അസംതൃപ്തരായ ആൾക്കാരെ നേതൃത്വത്തിലെത്തിക്കുന്നു. മറ്റു പാർട്ടികളിലെ അസംതൃപ്തി മുതലെടുത്ത് അവർക്ക് രാഷ്ട്രീയമായി വളരാം എന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് വലിയ തോതിലുള്ള ഇപ്പോൾ കെ സുരേന്ദ്രനെ ചുറ്റിപ്പറ്റിയാണ് നിലവിലെ വിവാദം. കെ സുരേന്ദ്രൻ മറ്റൊരു കാര്യം, ഈ പത്മജ, അനിൽ ആന്റണി, PC ജോർജ്, ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള വലിയൊരു നേതാക്കളെ BJPയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇരു പാർട്ടികളിൽ നിന്നും. പക്ഷെ അത് BJPക്ക് ഗുണകരമാകുന്നുണ്ടോ കേരളത്തിൽ? അതാണ് ഈ നേതാക്കൾ ഇപ്പോൾ അനിൽ ആന്റണി അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തി. അനിൽ ആന്റണി പത്തനംതിട്ട മത്സരിക്കുന്നു. എന്തെങ്കിലും ഒരു വോട്ട് വ്യത്യാസം അവിടെ വരുത്താൻ അനിൽ ആന്റണിക്ക്, അതായത് ഒരു വോട്ട് വ്യത്യാസം എന്ന് ഞാൻ പറയുന്നത് കൃത്യമായ തരത്തിൽ ആ മണ്ഡലത്തിൽ ഒരു മുന്നേറ്റം നടത്താനോ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ BJPയിലേക്ക് അടുപ്പിക്കാനോ അതുവഴി ഒരു വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാനോ ഒന്നും അനിൽ ആന്റണിക്ക് കഴിഞ്ഞില്ല. പക്ഷേ സുരേഷ് ഗോപിക്ക് അത് സാധ്യമായി. അത് പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെ പ്രവർത്തിച്ചു എന്ന് വേണം കരുതാൻ. ഒന്ന്, പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം, പിന്നീട് നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം, കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ, സംഘടനാപരമായി അവർക്ക് ഏകോപനമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ തന്നെ BJP മുതലെടുത്താണ് അവിടെ വോട്ട് സമാഹരിക്കുകയും, അതായത് BJP എപ്പോഴും മത്സരിക്കുമ്പോൾ, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും എപ്പോഴും മത്സരിക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി പ്ലസ് ഉള്ള വോട്ടുകളാണ് അവരെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അണികൾ മാത്രം വോട്ട് ചെയ്താൽ ഒരു രാഷ്ട്രീയ കക്ഷിയും ഒരു നിയമസഭാ മണ്ഡലത്തിലും വിജയിക്കില്ല. പൊതുവിൽ അവർക്ക് സഹായകരമായ, അവർക്ക് ഗുണകരമായ ഒരു അന്തരീക്ഷം പ്രചാരണത്തിലൂടെ സൃഷ്ടിച്ചെടുക്കുകയും ആ അന്തരീക്ഷത്തെ മുതലെടുത്ത് അല്ലെങ്കിൽ അതിലൂടെ ജനങ്ങളുമായി അവർ ആശയവിനിമയം നടത്തി ആ അന്തരീക്ഷത്തെ അനുകൂലമാക്കിയാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയ കക്ഷികൾ ഓരോ മണ്ഡലങ്ങളിൽ നിന്നും ജയിക്കുന്നത്. BJPക്ക് ആ ഒരു തരത്തിലേക്ക് വളരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നവർ ആത്മപരിശോധന നടത്തേണ്ട ഒരു കാര്യമാണ്. നിലവിലത്തെ സാഹചര്യം നമുക്ക് മുമ്പിൽ കാട്ടിത്തരുന്നത് അവരങ്ങനെ ഒരു കാര്യത്തിലേക്ക് അവർ പോയിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് ഉണ്ടാകുന്നത് RSSുമായുള്ള ഒരു ഉരസൽ അല്ലെങ്കിൽ ഒരു ഏകോപനക്കുറവ് ഈ പാർട്ടിയെ പുറകോട്ട് വലിക്കുന്നു എന്നാണ് നമുക്ക് കരുതാവുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സന്ദീപ് വാര്യരുടെ പാർട്ടിയിൽ നിന്നുള്ള കോൺഗ്രസിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക്. അതായത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അനിൽ ആന്റണിയെ പോലുള്ള, പത്മജയെ പോലുള്ള, അനിൽ ആന്റണി AK ആന്റണിയുടെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും നിലവിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും സമുന്നതനായ നേതാവുമാണ് AK ആന്റണി. അദ്ദേഹത്തിൻ്റെ മകനെ BJPയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ K കരുണാകരൻ എന്ന് പറയുന്ന ഏറ്റവും കേരളത്തിലെ, ഇന്ത്യയിലെ രാഷ്ട്രീയ ചാണക്യൻ എന്ന് പോലും വിശേഷിപ്പിക്കപ്പെട്ട കോൺഗ്രസിൻ്റെ സമുന്നത നേതാവാണ് K കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ മകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഈ കാര്യങ്ങളെ അവരെ ഏത് തരത്തിലാണ് ഞാൻ പറയുന്ന രാഷ്ട്രീയമായി അവർക്ക് അതിൽ നിന്ന് എന്ത് ലാഭമാണ് ഉണ്ടാകുന്നത്, ആ ലാഭം, അതായത് അതിൽ നിന്നുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിയെ ചൂഷണം ചെയ്തിട്ട് അവർക്ക് ഈ കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ശക്തിയാകാൻ കഴിയുന്നുണ്ടോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ടത് കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു ആത്മപരിശോധന BJP എന്തുകൊണ്ട് നടത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം. അപ്പോൾ BJP ഈ പറയുന്ന, ഇപ്പോൾ ഉത്തരേന്ത്യയിൽ പറയുന്ന പോലത്തെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം കേരളത്തിൽ അത് വേര് പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം കേരളത്തിൽ മറ്റ് രണ്ട് മുന്നണികളും ജനങ്ങളുടെ ജനപക്ഷത്ത് നിന്നുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ മറ്റ് രണ്ട് മുന്നണികളിലേക്കും പ്രത്യേകിച്ച് യുവാക്കളുടെ അടക്കമുള്ള ശ്രദ്ധ പതിയാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് നമ്മൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ BJPയിലെ ഒരു പടലപ്പിണക്ക്, ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഒരു പക്ഷത്ത്, PK കൃഷ്ണദാസ് ഒരു പക്ഷത്ത്, K സുരേന്ദ്രൻ നേതൃത്വം നൽകുന്ന ഒരു പക്ഷം. അപ്പോൾ അത്തരത്തിലുള്ള വിഭാഗീയ ചിന്ത, അത്തരത്തിലുള്ള കാര്യങ്ങൾ, RSSുമായുള്ള ഒരു ഏകോപനക്കുറവ്, ഇതൊക്കെ തന്നെ BJPയെ അധികാരത്തിൽ നിന്ന് ഏറെ അകലേക്ക് മാറ്റുന്ന ഒരു പാർട്ടിയായിട്ടുള്ള സാഹചര്യമാണ് കേരള രാഷ്ട്രീയത്തിൽ നിലവിൽ കാണുന്നത്. ഒരു ഇരട്ട സംഖ്യയാണ് സ്വപ്നം കാണുന്നത് എന്ന് പറഞ്ഞാൽ ഒരു 10-ലധികം സീറ്റാണ് 2026 സ്വപ്നം കാണുന്നത്. അത് നടക്കാനുള്ള സാധ്യത ഉണ്ട് നിലവിലെ സാഹചര്യത്തിൽ. CPMലും നമ്മൾ ഇപ്പോൾ കാണുന്നതാണ്, CPM സമ്മേളനത്തിലൊക്കെ വലിയ തോതിലുള്ള അണികളുടെ അമർഷം, ഈഴവ വോട്ടുകളുടെ വലിയ ചോർച്ച BJPയിലേക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിലവിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ കോൺഗ്രസ് എടുക്കുന്ന ഒരു നിലപാട് എന്താവും, ആ നിലപാട് ഈ രാഷ്ട്രീയത്തിൽ എന്ത് ചലനമായിരിക്കും സൃഷ്ടിക്കുക എന്നതിനനുസരിച്ചിരിക്കും BJPക്ക് സീറ്റ് കിട്ടാനുള്ള ഒരു സാധ്യത എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഉപതെരഞ്ഞെടുപ്പ് വെച്ച് വിലയിരുത്തുമ്പോൾ അതിനൊരു സാധ്യത കുറവുണ്ടല്ലോ.
തീർച്ചയായും അത്തരത്തിലൊരു സാധ്യത കുറവുണ്ട്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മറ്റൊരു രാഷ്ട്രീയ സാഹചര്യമാണ്. പൊതു തെരഞ്ഞെടുപ്പ് പോലെ ഉപതെരഞ്ഞെടുപ്പിനെ നമുക്ക് അളക്കാനൊക്കില്ല. അതിനെ ഒരു ബെഞ്ച് മാർക്കായി ഇതിന് ഉള്ള ഒരു മാനദണ്ഡമാക്കി നമുക്ക് അളക്കാനും പറ്റില്ല. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ഒരു വർഷക്കാലം വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ, CPM-ലെ എതിർപ്പ്, ഇതൊക്കെ BJP ഏത് തരത്തിൽ BJP അതിനെ കാണുകയും BJP-യുടെ ഒരു രാഷ്ട്രീയ തന്ത്രം രൂപീകരിക്കുകയും ചെയ്യുന്ന ഒരു അവസരത്തിലേക്ക്, ഒരു കാര്യത്തിലേക്ക് പോകുന്ന ഒരു ഘടകം, അതിലാവും BJP-യുടെ സീറ്റ് സാധ്യത എന്നാണ് എനിക്ക് പറയാനുള്ളത്.